നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 23-ാം തീയതി തിരുവാതിര നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു കാലമാണ്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പങ്കാളിയെ കൊണ്ടും നേട്ടങ്ങളുണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിരിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ബന്ധുക്കളുടെയൊക്കെ സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഓഹരി ഇടപാടുകൾ ലാഭകരമായിട്ട് മാറും. പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. ചെറിയ യാത്രകളെല്ലാം ഗുണകരമായിട്ട് മാറും. ദൈവാധീനം ഉള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഗുണകരമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരമര. ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും ഉപരിപഠനത്തിന് അവസരം ലഭിക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനൊക്കെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും. വരുമാന വർധനവ് ഉണ്ടാവാനും ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കാനും പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ ഒക്കെ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. എന്നാൽ ചെറിയ ചെറിയ തടസ്സങ്ങളും വിഘ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റും അധികമായിട്ടുള്ള ചിലവുകൾ വരാനും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. തീർത്ഥയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യും. മിഥുനരാശി മകീരമര, തിരുവാതിര, പുണർതം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും നേരത്തെ കിട്ടേണ്ടിയിരുന്ന പണമെല്ലാം ഇപ്പോൾ കൈവശം വന്നു ചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കടം കൊടുത്ത പണമൊക്കെ മടക്കി കിട്ടാനും യോഗമുള്ളൊരു സമയം തന്നെയാണ്. എന്നാൽ പങ്കാളിയുമായി ചെറിയ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും അനുകൂലമായിട്ടുള്ളൊരു സാധ്യതയൊക്കെ തെളിയുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ തൃപ്തികരമായിട്ട് തുടരുന്നതാണ്. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. കർക്കിടക രാശി പുണർതം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ ചെറിയ യാത്രകൾക്കെല്ലാം യോഗം കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറാനും സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങളെല്ലാം സമ്പാദിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും. ദൈവാധീനമുള്ള ഒരു കാലമാണ്. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇന്ന് വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച ഒരു സാധനം തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ കടം കൊടുത്ത വസ്തു തിരിച്ചു കിട്ടാനൊക്കെ യോഗം കാണുന്നുണ്ട്. പണയം വെച്ച ഉരുപ്പടികളൊക്കെ തിരിച്ചെടുക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ അലസത തോന്നാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളുമായി ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാൻ ഇടയുള്ളൊരു ദിവസമാണ്. ദൈവാധീനമുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധിക്കുന്ന ശുഭകരമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. കന്നിരാശി ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് തുടക്കത്തിൽ തന്നെ പല കാര്യങ്ങൾക്കും വിഘ്നങ്ങളുണ്ടാവും. എങ്കിലും ഒന്നുകൂടി അത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. തൊഴിൽപരമായിട്ട് വലിയ മാറ്റങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ പുതിയ ജോലി ലഭിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നാൽ ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നീണ്ടുപോകാനും പല പ്രാവശ്യം ശ്രമിക്കേണ്ടി വരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി കഴിയുന്ന പോലെയുള്ള വഴിപാടുകളെല്ലാം നടത്താൻ ശ്രദ്ധിക്കുക.
തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ രാശിക്കാർക്ക് ഇന്ന് വലിയ ഭാഗ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികളും അംഗീകാരങ്ങളെല്ലാം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. സ്പോർട്സ് രംഗത്തും ശോഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായമെല്ലാം വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കടം കൊടുത്ത പണമൊക്കെ മടക്കി കിട്ടാനും യോഗമുള്ളൊരു ദിവസമാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലെല്ലാം തീരുമാനം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. പുതിയ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്ന ദൈവാധീനം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. കുറേ കാലമായിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ മോശമാണ്. പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാഗ്യദോഷം കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും ഇന്നത്തെ ദിവസം മുതിരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവാധീനം കൂടി കുറഞ്ഞ കാലമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും തീർത്ഥയാത്രകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. കണ്ടകശനി കാലം കൂടി ആയതുകൊണ്ട് തന്നെ വനവാസവും അന്യദേശവാസവും ഒക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നാട് വിട്ടു പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി തേടാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ചെറു യാത്രയെങ്കിലും പോയി വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കുന്നത് ഇന്നത്തെ ദിവസം നല്ലതാണ്. ദോഷങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. ശനി പ്രീതി വരുത്തുകയും ശനി ഗ്രഹത്തിന് അർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാരുടെ വിവാഹ കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും കമിതാക്കൾക്ക് സന്തോഷകരമായിട്ട് സമയം ചിലവഴിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് വരും. പങ്കാളിയെ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം 100% വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം ശുഭകരമായിട്ട് മാറുന്നതാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാവും. വലിയ യാത്രകൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. പഠനകാര്യങ്ങളിലെല്ലാം പുരോഗതി കൈവരിക്കാനും ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കെല്ലാം അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാനൊക്കെ സാധിക്കും. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പൊതുവെ ടെൻഷനും മനക്ലേശമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളോടും താല്പര്യക്കുറവ് തോന്നാനും അലസത തോന്നാനൊക്കെ സാധ്യതയുണ്ട്. പങ്കാളിയെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമാകാതെ നീണ്ടുപോകാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലൊക്കെ യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. വീട്ടിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുമെങ്കിലും പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഠന കാര്യങ്ങളിലെല്ലാം വിമുഖതയോ അല്ലെങ്കിൽ വിഘ്നങ്ങളോ അല്ലെങ്കിൽ അലസതയോ മടിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കുംഭൻ രാശി അവിട്ടാര, ചതയം, പൂറ്റാതി, മുക്കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാൻ ദൈവാധീനം കുറഞ്ഞ കാലമാണെങ്കിലും ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുകയും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കുകയും മക്കളെ കൊണ്ട് സന്തോഷിക്കാവുന്ന അവസരങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവും. എന്നാൽ ചെറിയ പ്രായം ചെന്നവർക്ക് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിലെല്ലാം പരിചരണം ആവശ്യമായിട്ടുള്ള രീതിയിലെല്ലാം ചെയ്യുന്നതും ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുന്നതാണ്. ബന്ധുക്കളെ സഹായിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മീനൻ രാശി പൂരാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം നീണ്ട യാത്രകൾക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ശുഭകരമാണ്. യാത്ര കൊണ്ടും പല നേട്ടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി തേടുന്നവർക്ക് പുതിയ നിയമന ഉത്തരവൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പങ്കാളിയുമായി ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം വലിയ കുഴപ്പമായി മാറാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.